And for Daniel that came when King Darius signed a decree. അങ്ങനെ നോക്കിയാൽ ദാനിയേലിന്റെ സമയത്തും രാജാവ് ഒരു രേഖ എഴുതി ഒപ്പുവെച്ചു. And King Darius wrote that if anyone prays to any other god other than King Darius, they would be thrown in the lion's den. രാജാവ് എഴുതിയതായിട്ടുള്ള രേഖ ഇതാണ്: രാജാവിനോടല്ലാതെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ അവരെ സിംഹത്തിന്റെ കുഴിയിലിട്ട് കളയും. But I want you to know something. Daniel was actually the most powerful man in all that country. അന്ന് ആ ദേശത്ത്, ആ രാജ്യത്ത് ദാനിയേൽ ഏറ്റവും അധികാരമുള്ള ശക്തനായ ഒരു പുരുഷനായിരുന്നു. The reality was he was second in command to King Darius. നോക്കിക്കഴിഞ്ഞാൽ രാജാവിന് രണ്ടാമനായിട്ട് ദാനിയേൽ വാണു. Daniel was a man of a good reputation, good excellence, integrity and diligence. അതുപോലെ തന്നെ ദാനിയേലിനെ നോക്കിയാൽ രാജ്യത്ത് വിലയും സ്ഥാനവും ബഹുമതിയുമുള്ള പുരുഷനായിരുന്നു. And this decree was literally created to define him. ഈ രേഖ തന്നെ എപ്രകാരം നിർവചിച്ചു എന്ന് നമുക്ക് ഈ വചനത്തിനകത്ത് കാണുവാൻ കഴിയും. But I want you to take a moment. ഒരു നിമിഷം ചിന്തിച്ചാട്ട്, what did Daniel do when he heard the news? പക്ഷെങ്കിൽ ഈ കാര്യം കേട്ടപ്പോൾ ദാനിയേൽ എന്താണ് ചെയ്തത്? You would think he would consult his lawyers. ഒരുപക്ഷേ നമുക്ക് തോന്നാം താൻ തന്റെ വക്കീലിനെ അടുത്ത് ചെന്നോ. You would think that he would bring all his friends with him and says, guys, we got to fight against this. അതോ കൂട്ടുകാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞോ നമുക്ക് ഈ വിഷയത്തിന് നേരെ പ്രതികരിക്കണം. You would think he would begin to complain. അതോ താൻ കുറ്റം പറഞ്ഞിരുന്നോ? You would think he would start to get worried and anxious. അതോ ഇത് ഓർത്ത് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടും താനായിരുന്നോ? I'll be honest, if I was Daniel, I may have been, God, it's okay, I just don't have to pray for you for 30 days. ഞാൻ ദാനിയേലിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചേനെ, ദൈവമേ ഞാൻ നിന്നോട് 30 ദിവസം പ്രാർത്ഥിക്കുന്നില്ല. Because of the law, right? കാരണം ഈ രേഖ കാരണം. But no, the word of God is clear. പക്ഷേ ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. So what was Daniel's response? നമ്മളൊന്ന് നോക്കിയാട്ടെ എങ്ങനെ ദാനിയേൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. He went to his house. തന്റെ ഭവനത്തിലേക്ക് പോയി. He opened his window towards Jerusalem. യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ടു. 3 times every day he knelt his knees on the ground and prayed to God his എല്ലാ Father. ദിവസവും 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. What do you do when you face a decree in your life? നിങ്ങളുടെ ജീവിതത്തിൽ രേഖ കാണുമ്പോൾ നിങ്ങൾ എപ്രകാരം നിങ്ങൾ അതിനോട് പ്രതികരിക്കും? What is the devastating news or situation that you are going through right now? നിങ്ങൾ കടന്നു പോകുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? What is that situation in your life that you can't get out of right now? നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? You have a choice to not be defined by the temporary decree. താൽക്കാലികമായി നിങ്ങൾക്ക് നേരെ വന്നിരിക്കുന്ന ആ രേഖയോർത്ത് ഭാരപ്പെടണ്ട എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. I want to tell you, you have a choice tonight to be defined by the eternal decree of God. സ്വർഗ്ഗത്തിൽ ഒരു രേഖ നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം ഇന്ന് രാത്രി നിങ്ങളെ വിളിച്ചറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.